ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഫദാസ് വ്ലോഗ്. അപ്പോൾ നമ്മളിന്ന് ഒരു അലിഗേറ്റർ ക്ലിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഗിൽറ്റർ ഷീറ്റാണ്. പിന്നെ വേണ്ടത് ഒരു കത്രിക, പിന്നെ നമ്മളിതൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ്സോ അല്ലെങ്കിൽ വളയോ നിങ്ങൾക്ക് എടുക്കാം. ഇത് നമ്മൾ ഇതിൻ്റെ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഗ്ലാസ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് B700 അതിൻ്റെ ഒരു പശയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള അലിഗേറ്റർ സ്റ്റീലും സാധനങ്ങളൊക്കെ ഒട്ടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു തരത്തിലുള്ള ഒരു പശയാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പാണ്. നമുക്ക് ഇതുപോലുള്ള പാക്കുകളായിട്ട് നമുക്കിത് ഓൺലൈനിൽ നിന്ന് തന്നെ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കണ്ടോ, നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തുറക്കില്ല, അങ്ങനത്തെ ഒരു ക്ലിപ്പ്. ഇതാണ് അലിഗേറ്റർ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമുക്കൊരു ഡിസൈൻ എങ്ങനെയാണ് നമ്മുടെ ഈ ഗിൽറ്റർ ഷീറ്റ് വെച്ചിട്ട് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഗിൽറ്റർ ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങൾ വളയോ ഇതുപോലെ സൈസിന് വെക്കുക. എന്നിട്ട് നമുക്കത് പേന കൊണ്ട് നമുക്കിത് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ വളയുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേനയുടെ കൂടെ വരഞ്ഞാൽ അളവ് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ അളവിന് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കത്രിക ഉപയോഗിച്ച് നമ്മുടെ ഗിൽറ്റർ ഷീറ്റിൽ നമ്മൾ ഗ്ലാസ് വെച്ച് വരഞ്ഞിരിക്കുന്ന ആ ഒരു സർക്കിളിന് തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു ബട്ടർഫ്ലൈയുടെയോ അല്ലെങ്കിൽ ഒരു പൂവിൻ്റെയോ ഒക്കെ നമുക്ക് ഷേപ്പിൽ ഇതിങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ആദ്യം സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് നമുക്കിത് മടക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമ്മൾ സാധാരണ നമുക്കൊരു നോർമൽ ലെവലിൽ കിട്ടുന്ന ഒരു പിക്ചറാണിത്. ഇത് നമുക്ക് ഹെയർ ബാൻഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഇതേമാതിരി അലിഗേറ്റർ ക്ലിപ്പിലോ ഒക്കെ നമുക്ക് ജസ്റ്റ് ഇത് വെക്കാം. ഇത് ജസ്റ്റ് ഒന്ന് നമ്മളിത് ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ചെറിയൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൽ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇതിങ്ങനെ ലെങ്ത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോൾഡ് ചെയ്തത് ഈ സാധനം നമ്മളിത് ഹോൾഡ് ചെയ്തത് അത് നിവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഈ മടക്കിൻ്റെ ഇവിടെ നമ്മൾ ഗിൽറ്റർ ഷെയ്ഡ് നമ്മളിത് പുറത്തേക്ക് വരുന്ന രീതിയിൽ കണ്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ആദ്യം പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. നമുക്കിത് ഇതുപോലെ മടക്കിയിട്ട്, അപ്പോൾ ഇത് നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ സെൻട്രൽ പോർഷൻ അത് നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം നിവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പശ വെച്ചിട്ട് ഈ ഒരു പോർഷൻ വെച്ച് നമുക്കത് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിനി പശ തേച്ച് കൊടുക്കുകയാണ്. നമ്മളിതേ കണ്ടോ, അതിൻ്റെ ഗിൽറ്റർ ഷെയ്ഡ് നമ്മളെപ്പോഴും പുറത്തേക്ക് വരുന്ന ഒരു രീതിയിൽ വേണം നമ്മളിതിൽ പശ തേച്ച് കൊടുക്കാൻ. ഗ്ലൂ നമ്മൾ എത്ര അധികം യൂസ് ചെയ്യുന്നോ അത്രയും അതിൻ്റെ ആ ഒരു ലൈഫ് പീരീഡ് നമുക്ക് കിട്ടും. നമ്മൾ പശ തേച്ച് കൊടുക്കാൻ ഒരിക്കലും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പോർഷൻ ഈ ചെറിയൊരു ഭാഗം അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ഒരു പോർഷനും കൂടെ അതിൽ ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ ഇതുപോലെ ഇതിരുന്നു കണ്ടോ, നല്ല ടൈറ്റ് ചെയ്തിട്ട്. ഇത് കുറച്ച് സമയം എടുക്കും. നമ്മളത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അതവിടെ ഫിക്സഡായിട്ടിരിക്കും. അപ്പോൾ കുറച്ച് നേരം അത് പ്രസ് ചെയ്ത് പിടിച്ചപ്പോഴേക്കും അത് നന്നായിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഈ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഭംഗിയുള്ള ഒരു അലിഗേറ്റർ സ്ലൈഡ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് ഈ പശ തന്നെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഈ ഗ്ലൂ വെച്ചിട്ട് നമ്മളിതിൻ്റെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ പുറം ഭാഗത്ത് ഫുള്ളായിട്ട് നമ്മൾ ഈ പശ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് പശ തേക്കണം കേട്ടോ, എങ്കിലാണ് അത് ഒട്ടിയിരിക്കുള്ളൂ. നമ്മൾ ഈ പശ തേച്ച് കൊടുത്തു. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സാധനം നമ്മൾ ഗിൽറ്റർ ഷെയ്ഡ് പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി. അതുപോലെ കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതതിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു അലിഗേറ്റർ സ്ലൈഡ് നമ്മളത് ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു അലിഗേറ്റർ സ്ലൈഡ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചെറിയ കുട്ടികളുടെ തലയിലൊക്കെ നമ്മളിത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം മനോഹരമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.